മലപ്പുറം ജില്ലയിലെ എടക്കരയുള്ള മുണ്ട കാലിച്ചന്തയിലാണ് ഇപ്പോൾ ഉള്ളത്. വിശേഷങ്ങൾ കാണാം, വായോ. വാ, ഇനി ചെയ്യേണ്ടത് അറിയോ? ഓരോ രസകരമായ രണ്ട് പോത്തുകൾ എല്ലാത്തിനെയും ഒപ്പിയെടുക്കുക. അടുത്ത് ക്ലോസപ്പിൽ കിട്ടണേ. ഈ വരുന്ന കുത്തുമില്ലോന്ന് അറിയില്ല, നോക്ക്. പ്രത്യേക നമ്പറും കാര്യങ്ങളൊക്കെ. മാസ്ക് മാറ്റിക്കോ. ഇത് നിങ്ങളുടെ കലിയ ആണോ? ഇതിന്റെ ഇനത്തിന്റെ ഒരു ഭംഗി കണ്ടിട്ട് നോക്കിയത്. ഇത് ഏതാ ഇനം? മൂപ്പരോട് ചോദിക്കണോ? നല്ല ഭംഗിയുണ്ട്. ഞങ്ങളൊരു യൂട്യൂബിന്നേ മൊത്തം ചന്തന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ കണ്ടപ്പോ ഇത് നല്ലൊരു ഭംഗി തോന്നി. നല്ല സാധനമാണ്. ആരടിക്കുണ്ട്, ചെറിയ വിലയുള്ളൂ. 10-60 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? ഇത് ഹൈദരാബാദ് ആണോ? അവിടുന്ന് ലോറി കയറ്റി കൊണ്ടുവരണേ. ഇതിപ്പോ ഇവിടെയൊക്കെ ഇറച്ചിക്കാണോ ഇത് പോവാ? ഇറച്ചിക്ക് ഇത് കോളക്കുണ്ട്, ഇറച്ചിക്ക് മുക്കുണ്ട്. ഇതൊക്കെ കോളക്ക്, ഇതൊക്കെ കോളക്ക്, മറ്റേത് ഇറച്ചിക്ക്. അല്ല, കോളക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. കോളിച്ചാണല്ലേ മുടിളയിച്ചല്, ഒളിയത്ത്, അങ്ങനത്തെ പാർട്ടിക്ക് പോണതാണ്. കല്യാണ ടീമൊക്കെ അങ്ങനത്തെ ഇതാണ് സാധനമാണ്. ആണല്ലേ? 60 കൊടുക്കണല്ല. ഇതപ്പോ തൂക്കത്തിനാണോ വില? മതിപ്പില് ഇതിന് ഏകദേശം എന്ത് റേറ്റ് വരും? ഇത് ഏകദേശം ഒരു 10-60 റുപ്യ വരും. 60 രൂപ അല്ലേ? മറ്റാകുമ്പോ ഒരു 65 റുപ്യ വരും. 65 വരും. അതിന്റെ അപ്പുറത്താകുമ്പോ ഒരു 55 റുപ്യ ആ ലെവലൊക്കെ വരും. നിങ്ങളോട് പരസ്യത്തിൽ പറയുമ്പോ നല്ല വിലയാണ്. 2000 എന്റെ പേര് മുജീബ്. ശരി, എന്നാ ഈ പോത്തുകുട്ടികൾ ആരുടെയാ? ആണോ? അതിന് എങ്ങനെയാ റേറ്റ് വളർത്താൻ കൊടുക്കുന്നത്? മൊത്തവിലക്ക് അങ്ങനെ കൊടുക്കുള്ളൂ, തൂക്കൊന്നുമില്ല. ഇതൊക്കെ ഓരോന്ന് 20, 25, 30 ആ ലെവലൊക്കെ കൊടുക്കും. ആണല്ലേ? വലിയ പോത്തുകുട്ടി ഒരു 30 റുപ്യ കിട്ടിയാൽ കൊടുക്കും. അതും ഇതൊക്കെ ഇതൊക്കെ നമ്മള് കൊണ്ടുപോയിട്ട് ഇപ്പൊ ഒരു 2 വർഷമൊക്കെ വളർത്തുകയാണെങ്കിൽ ഏകദേശം എന്ത് തൂക്കത്തിൽ വരും? അതൊക്കെ ബില്ല് തിന്നാൻ കൊടുക്കുന്നതനുസരിച്ച് ഒരു 2 വർഷം, ഒരു വർഷം കൊണ്ട് തന്നെ അത് ഒരു 70, 75 ആ ലെവലിക്കൊക്കെ വരും. അത്രയ്ക്ക് വരും. അത്ര വരും. 75 കിലോയുള്ള ഒരു പോത്തിനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് റേറ്റ് കിട്ടും? ഇപ്പൊ ഇവിടെ 22, 23, 21 ആ ലെവലൊക്കെ കിട്ടുള്ളൂ. 22, 21 ആ ലെവലിൽ കിട്ടുള്ളൂ. ഏറ്റവും കുറവില്ല ചന്ത ഇതാണ്, എടക്കര ചന്ത. അല്ല, ഏറ്റവും കൂടുതൽ കന്നാലികളെ കാണുന്നത് കണ്ടമാരുണ്ട്. ഇപ്പൊ കുറെ വിറ്റ് കഴിഞ്ഞാണ്. നമ്മള് ഒരു 10-25 ഉണ്ടായിരുന്നു. പ്രദേശത്ത് ഒരു 5-8 പോത്തും കുട്ടികള്, 2-3 മൂരി അത്രേ ഉള്ളൂ. ബാക്കിലൊക്കെ കഴിഞ്ഞു. പിന്നെ അവരൊരു 10-35 ഉണ്ടായിരുന്നു. 4-5 ഉള്ളൂ, കഴിഞ്ഞു. ഇതൊക്കെ ഹൈദരാബാദ് നിന്നൊക്കെ വരുന്നല്ലേ? ഹൈദരാബാദ്. പിന്നെ ഇത് കൂടുതലും വരുന്ന ഇവിടുന്നാണ്, മറ്റേ ഹരിയാന. അപ്പൊ സാർ ആ വെള്ളം മൂരികളെ മൊത്തം എടുത്തില്ലേ? ഇതിന്റെ അതിനാണ് കാശും ആണല്ലേ? ഹുസൈനി വാ പറയാം.
അടുത്ത പൂസ അവിടെ എന്തിന്റെ കാറ്റങ്ങൾക്ക് പൂസ ഇതേതാ ഞങ്ങളൊരു യൂട്യൂബിൽ നിന്ന് ഇതിന്റെ വീഡിയോ കവർ ചെയ്യാൻ വന്ന എടുത്തോട്ടെ ഇത്. സംസ്ഥാന സെക്രട്ടറിന്റെ പേരെന്താ? കല്ലിങ്കൽ അഹമ്മദ് കുട്ടി. കല്ലിങ്കൽ അഹമ്മദ് കുട്ടി. നിങ്ങളുടെ പേര്? എന്റെ പേര് സുധീർ ബാബു. സുധീർ ബാബു. കുറെ വർഷമായിട്ട് എന്റെ ശിഷ്യനാട്ടോ. ഇവിടാടാ. ഓക്കെ ഓക്കെ, ഒത്തിരി സന്തോഷം കണ്ടേന്. ഞങ്ങളുടെ അവിടെ നല്ല ബീഫ് കഴിക്കണേ ഇവന്റെ അടുത്ത് വരണം. ഞാൻ പഠിപ്പിച്ച മോനാ. അതെ അതെ ആണല്ലേ, ഒത്തിരി സന്തോഷം. ഇന്നലെ പുറക്കാട് അമ്പലത്തിലായിരുന്നു, അവിടുത്തെ മേൽശാന്തി ശിഷ്യനാണ്. അപ്പൊ എവിടെ ചെന്നാലും ശിഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. സന്തോഷം. നല്ല രസമുള്ള കന്നുകാലികളെ, മറ്റേ ഹരിയാനയിൽ നിന്നൊക്കെ വരുന്നത് ഇവിടെയൊക്കെ പൊന്തി നിൽക്കുന്ന ഇവര് കച്ചവടം മുറിക്കുന്നതിന്റെ രസകരമായ കുറെ കാര്യമുണ്ട്, അതാണ് എടുക്കേണ്ടത്. പിന്നെ 26, 27, 28 ചേടപ്പുകൾ കണ്ടു രാവിലെ കണി. നിങ്ങൾ പറയുന്നത് രണ്ടര കൊടുത്തിട്ടാണ് പോകാൻ പോയി. സ്വകാര്യം പറയുന്നുണ്ടോ കച്ചവടം? ഞങ്ങള് വയനാട്. ഇപ്പൊ നിങ്ങളെ കച്ചവടങ്ങൾ മുറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കി വെക്കുക. കച്ചവടം കഴിഞ്ഞോ? അല്ല ചോദിച്ചതാ. കച്ചവടം മുറിയാൻ പോലെ മൈക്കൊന്ന് വെച്ചോട്ടെ. ഇവിടെ ഡയലോഗ് കറക്റ്റ് കിട്ടും, എഡിറ്റ് ചെയ്തിട്ട് ഇടുള്ളൂ. ഓക്കെ, പറഞ്ഞോളി. ഇപ്പൊ ഏത് പോത്തിനെ ഇപ്പൊ കച്ചവടമായി നിൽക്കുന്നത്? ഈ രണ്ടേരുമ. നിങ്ങൾ എത്ര ചോദിക്കുന്നത്? ഞാൻ 75 ചോദിച്ചു. പുള്ളി ലാസ്റ്റ് 68 രൂപ കൂട്ടാൻ പറഞ്ഞു. പുള്ളി എത്ര പറയുന്നത്? 55, 56 ഒക്കെ പറയുന്നുണ്ട്. ഇത് ഇറച്ചിക്ക് പോകാനല്ലേ? ഇറച്ചിക്ക് ഇവർ കർണാടകത്തിൽ ഒരു 50-55 രൂപ കൊടുക്കണം. പിന്നെ ചെലവുണ്ട്, കൊണ്ടുവരുന്ന ചെലവുണ്ട്. അവിടെ വാങ്ങിയ വിലക്ക് ഇവിടെ കേക്കുണ്ട് ഷാറായിട്ട്. ആൾക്കാരിങ്ങനെ കാണും. നിങ്ങൾക്ക് ആദ്യത്താണ് ഞാൻ പറയാം. ഇതിവിടെ കുത്തി കൊടുത്തേ മൂപ്പര് സംസാരിക്കും. നമ്മളെ നേതാവാണ്. ഇവിടെ ഒന്നും കുത്തിയില്ലേ? അത് മതി. എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ഒന്നുമില്ല, നിങ്ങള് കച്ചവടം പറയുന്നത് കാണാൻ വേണ്ടി കച്ചവടം ഇങ്ങനെ തന്നെ പറഞ്ഞേ. നമ്മള് ഇതിനായിട്ടൊരു ഭാഷ ഉണ്ട്, ആ ഭാഷ സംസാരിക്കും. പിന്നെ നമ്മള് അപ്പൊ അത് കയ്യുമ്പോ പിടിക്കും. ആന്ധ്രയിലും കർണാടകത്തിലൊക്കെ പോയി കൊടുത്താൽ ഒരു എണ്ണത്തിൽ ഒരു 500,000 കിട്ടി കൊടുക്കും. ഇത് നമ്മള് പിന്നെ ബാങ്കിൽ ലോൺ എടുത്തിട്ടും ഭാര്യന്റെ കെട്ടുകാലി പണയം വെച്ചിട്ടൊക്കെയാണ് കൊണ്ടുള്ളത്. അതൊക്കെ തന്നെ അറിയാനുള്ളത്. ഇനിയിപ്പോ ഈ 2 എനിക്ക് തരാൻ താല്പര്യം ചെല്ലോ? താല്പര്യക്കേടില്ല, വില കൊണ്ട് അത് വില കൊണ്ട് നടക്കൂല. ഒന്ന് പൈസ മടങ്ങിയില്ല പൊന്നാരാജിയില്ല. അപ്പോത്തത് എനിക്ക്
പണിയതിന് കൊടുക്കാൻ പറ്റുമോ പോത്ത്? ഒരു എരുമുണ്ട് കായട്ടത്തിന്. അതുണ്ട്. മാങ്ങാജി പോകണം മാത്രം. തട്ടാടിക്കോ ഇരുമളെ കൊടുക്കൂല. ഈ പെട്ടിക്ക് ഇരുമള് കൊടുക്കും. അപ്പൊ വിറ്റ് ഇരുമള അടിയിലെ ഇരുമള്. അത് ഞാൻ പറഞ്ഞു കൊടുത്തു. കെട്ടിക്കാണ് കീപ്പിട്ടുകല മേലക്കന്നെ പറയണം. നല്ലോണം പറയാണ്ട് നടക്കൂല. ആവൂല. പ്രസവത്തെ വലിച്ചിട്ട് കാര്യല്ല, നടക്കൂല. 14 ഇരുമന്റെ അച്ചോടാണ്. നടക്കൂല ബുഡേ, വലിയ മാറ്റത്തില് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. വൃത്തിയില്ല. ചെറിയ 1000-500 ആണ് ഇങ്ങനെ പറഞ്ഞത്. മോനെ ഞാൻ പോയിക്കോട്ടെ എന്നാ. ഞാൻ പോയിക്കോട്ടെ. സാരി ഇപ്പൊ എവിടെയാ? വീട്ടിലുണ്ട്. ആണോ? അന്വേഷിച്ചൊന്ന് പറയണേ. അല്ലല്ല, ഞങ്ങള് രാവിലെ 8 മണിക്ക് പോന്നെ ഇങ്ങോട്ട്. ഇവിടെ ഒരു വീഡിയോ എടുക്കാണ്ട്, അതിന് വേണ്ടി പോന്നെ. അപ്പൊ കണ്ടപ്പോ നിർത്തിയതാ. അപ്പൊ മഞ്ചേരി ബുക്ക് കിടക്കില്ല. വമ്പന്മാരെ മൊത്തം പൊക്കി. ഓക്കെ. ഏതാ പോത്തുകളൊക്കെയാ? ഈ മൂരീന്റെ ബേക്കിൽ കാണുന്ന പോത്തുകളുണ്ടല്ലോ, അത് മുഴുവൻ അടുത്ത ആഴ്ച ബത്തേരിക്ക് കയറാനുള്ളതാ കേട്ടോ. ന്യൂ ഇയർ സംബന്ധിച്ച് ഈസ്റ്ററിനെ ഇറക്കാനുള്ളതാണ് കേട്ടോ. പൈസ കാണിച്ചു തരാം. ഇതൊക്കെ അല്ലേ? എത്രണ്ണം എടുത്തിട്ടുണ്ട്? 10 10 എടുത്തിട്ടുണ്ട് ബത്തേരിക്കാര്. നല്ല ബീഫ് അങ്ങോട്ട്. ഇത് പിന്നെ എരുമയാണോ പോത്താണോ? എരുമയും പോത്തൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ പോത്ത് നമ്മൾ പോവാണ്. അപ്പോൾ അടുത്ത ആഴ്ച ന്യൂ ഇയറിനെല്ലാം ഇറക്കുക. ന്യൂ ഇയറിന് അമ്മായിപ്പാലം അല്ലേ? അമ്മായിപ്പാലത്ത് നിന്ന് കാണാം. ഒന്ന് ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ അതിന് നല്ല ഭംഗിയുണ്ടാ വെള്ളം. അതിൻ്റെ ഒന്നൊരു വീഡിയോ എടുത്തോളാം. വാ. അതെ. ഇതുണ്ടോ ബസ്? നല്ലൊരു ഓമനത്വം ഉണ്ട് ഇതിന്. ബത്തേരി WM പോലെ. നല്ല വിശേഷം. അല്ല, ഇപ്പൊ അവധി ദിവസങ്ങളിൽ മോനത് ചെയ്യുന്നത്. സ്വാലിയന്റെ കാര്യം പറഞ്ഞു വെച്ചേ ഉള്ളൂ. ഓ, ഞങ്ങള് പരിചയപ്പെട്ടു. ഞങ്ങൾ അറിയുന്നല്ലേ എപ്പോഴും. സുഖമായിട്ട് പോണു. അപ്പൊ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ പോയതാ. അപ്പൊ കാലിച്ചന്താണ്ടപ്പോ ഒന്ന് ഇറങ്ങിയതാ. നല്ല ഭംഗിയുള്ള കന്നുകാലികളെ കണ്ടപ്പോഴേ. ഭംഗിയുള്ള കന്നാലി എന്റെ അടുത്തുണ്ടാവും. അത് ഞാനെ കൊണ്ട് സമൂഹത്തിലെ ഒരു അധ്യാപകനാണ്. അപ്പൊ കണ്ടിട്ട് എന്റെ ചെറുക്കം കണ്ടേക്ക് സാവൂലിക്ക് ആലിംഗനം ചെയ്തു. അത് റെസ്പെക്ട്, അത് അധ്യാപകനെ കിട്ടുള്ളൂ അല്ലേ? ആണോ? അല്ല, ബിസിനസ്സുകാർക്ക് ഉണ്ടാവും. പക്ഷെ ഒരു അധ്യാപകം എന്ന് പറഞ്ഞ സമൂഹത്തില് വില ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞു. TV ഷോയിൽ ഒരു മോള് വന്നിട്ട് വെച്ചിട്ട് വീട്ടിൽ ഉപ്പൻ തേച്ച് കഴിഞ്ഞപ്പോ കുട്ടി പറഞ്ഞു ആക്രി കച്ചവടാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ഞെട്ടി പറഞ്ഞു, ഞെട്ടൊന്നും വേണ്ട, ആക്രിയാണ് ഈ ഇരിക്കുന്ന ചോരയും നീരും എന്ന് പറഞ്ഞു. അതാണ് എന്റെ സത്യാവസ്ഥ. നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മളതിനകത്ത് ജീവിച്ചു. അതിന് മക്കളെ അല്ലാതെ നമ്മൾ മാറ്റി കൊണ്ടുവന്നു. അതിനോട് അഭിമാനിക്കല്ലോ. പിന്നെ വിദ്യാഭ്യാസം നേടുന്നല്ല കേട്ടോ. ഞാൻ അപ്പൊ കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കട്ടെ. ശരി, ഓക്കെ എന്നാ. പോലെ
ഓ എന്തായാലും അതിന്റെ കളറ് നല്ല ഭംഗി. അത് നോക്കാം, എൻ്റെ ഇവിടെ പൊന്തി നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇല്ല അപ്പൊ സാർ ഷേപ്പ് ഉണ്ടോ അല്ലേ? ശ്രമിക്കുക, കാരണം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ടൂവിലൊക്കെ കണ്ടോ എന്താ ഭംഗി. കോരടിയോ? ആണോ ആണോ ആക്രമിക്കുമെന്നാ പറയുന്നത്. ഹലോ, അതിനെ നോക്കിയിട്ട് വിളിക്കണോ? ഞാൻ ഓക്കെ. അപ്പൊ സാർ നല്ല ഇണക്കുള്ളതാലോ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാണോ? ഇറച്ചിയാണ്. ആ ഇറച്ചിയാണ് അങ്ങനെ ഷേപ്പായി നിൽക്കുന്നത്. ഇതിൽ എല്ല് വരുന്നില്ല, അധികം എല്ല് വരില്ല. ആണല്ലേ? ഇവിടെ വരുള്ളൂ. ഇത് ഇറച്ചി. ഇത് ഇനത്തിന്റെ ആണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് അല്ലേ? ഇതൊക്കെ പിന്നെ കാളിറച്ചിക്കപ്പോ റേറ്റ് കുറവല്ലേ? കൂടുതലാ പോത്തിനേക്കാളും? ആ ഓക്കെ. അപ്പൂസിന്റെ ഫ്രണ്ട് ഒന്ന് എടുത്തോടാ. ഓമനത്തുള്ളത് അല്ലേ അപ്പൂസ? എന്തായാലും മനുഷ്യനേക്കാൾ ഇണക്കാണ് മൃഗങ്ങൾക്ക്. മൃഗങ്ങൾ വിശന്നാ മാത്രം ആണല്ലേ? ആണല്ലേ? ഇത് തന്നെ പ്രത്യേക ഇനങ്ങളൊക്കെ ആണോ? ആ ബ്ലാക്കിനെ കൂടെ ഒന്ന് എടുത്തോ അപ്പൂസ. ഓക്കെ. നിങ്ങളുടെ പേര്? കുഞ്ഞിപ്പ. ഇവിടുത്തെ നിലമ്പൂർ തന്നെയാണോ? ഞങ്ങൾ വയനാടാണ്. സുൽത്താൻ ബത്തേരി. ബത്തേരി WM സ്കൂളിലെ മാഷാണ് ഞാൻ. ഇത് മോനാണ്. ഞാൻ പഠിപ്പിച്ച മോനാണ്. മറ്റേ അതെ അതെ, ഞാൻ പഠിപ്പിച്ച മോനാണ്. ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്നാ ശരി അപ്പൂസ, എന്നാ പോയിക്കോട്ടെ. എന്നാ ഓക്കെ, എന്നാ കാണാം കേട്ടോ. ഓക്കെ എന്നാ.